നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമാന്തര വൈദ്യവും വീട്ടിലെ പ്രസവവും കേരളത്തിൽ ഒരു ജീവൻ കൂടിയെടുത്തു. തൃശൂർ എടക്കഴിയൂർ സ്വദേശി മോസിന 37 വയസ്സാണ്. 7ാമത്തെ പ്രസവത്തിന് പിന്നാലെ മരിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പ്രസവത്തിന് ശേഷം യുവതിക്ക് അണുബാധ ഉണ്ടായിരുന്നുവെങ്കിലും ഭർത്താവ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ഭർത്താവ് ചാവക്കാട് ഇടക്കഴിയൂർ സ്വദേശി ഇബ്രാഹിമാണ്. അക്യുപങ്ചറിസ്റ്റ് ആണ്. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ഇയാളെ പോലീസ് തിരയുകയാണ്. തൃശൂരിലെ അക്യുപങ്ചർ ചികിത്സാ മരണത്തിൽ കൂടുതൽ നടപടിയെടുക്കും. 7 പ്രസവത്തിന് പിന്നാലെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനും ശുപാർശയുണ്ട്. നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുക്കണമെന്ന് ഫോറൻസിക് വിഭാഗം നിർദ്ദേശം നൽകി. കുഞ്ഞിന്റെ മരണകാരണം ഇപ്പോഴും അവ്യക്തമാണ്. കഴിഞ്ഞ ജാനുവരിയിലാണ് മോസിനയുടെ പ്രസവം നടന്നത്. 6 ദിവസത്തിന് ശേഷം കുഞ്ഞ് മരിച്ചു. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം അടക്കം നടപടിക്രമങ്ങൾ നടത്തിയിരുന്നില്ല. അതേസമയം മരണകാരണം പ്രസവശേഷമുള്ള പരിചരണമില്ലായ്മയാണെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. മോസിനയുടെ ഗർഭപാത്രം മുതൽ എല്ലാ ഭാഗങ്ങളിലും അണുബാധയുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാത്രമല്ല, മുതുകിലെ വ്രണം പുഴുവരിച്ച നിലയിലായിരുന്നു. അശാസ്ത്രീയ അക്യുപങ്ചർ ചികിത്സ നൽകിയത് മറ്റൊരു യുവതിയാണെന്നും ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായും പോലീസ് വ്യക്തമാക്കുന്നു. ഇതിനു മുൻപ് നമ്മൾ കേട്ടതാണ് വീട്ടിൽ പ്രസവം എടുക്കുന്നതിനിടയിൽ കുഞ്ഞും അമ്മയും മരിച്ച സംഭവം. ഇതൊക്കെ തന്നെ വലിയ ഒരു വിപത്തിലേക്കാണ് നമ്മുടെ നാടിനെ തള്ളിവിടുന്നത്. മോസിനയുടെ ഭർത്താവ് ഇബ്രാഹിം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അവരുടെ ഭർത്താവ് ഇബ്രാഹിം അക്യുപങ്ചറിസ്റ്റ് ആണെന്നാണ് റിപ്പോർട്ടുകൾ. 15 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. യുവതിയുടെ കുടുംബമായി ഇവർ അടുപ്പം പുലർത്തിയിരുന്നില്ല. ആദ്യം 6 പ്രസവം ആശുപത്രിയിലാണ് നടന്നതെന്നാണ് വിവരം. കഴിഞ്ഞ ജാനുവരിയിലാണ് 7ാമത്തെ പ്രസവം നടന്നത്. പിന്നാലെ യുവതിയുടെ നില വഷളാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മോസിനയുടെ മാതാപിതാക്കൾ ഇവർ താമസിച്ചിരുന്ന വീട്ടിലെത്തിയിരുന്നു. ഈ സമയത്ത് യുവതി തീർത്തും അവശ നിലയിലായിരുന്നു. എന്നിട്ടും യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഭർത്താവ് സമ്മതിച്ചിരുന്നില്ല. ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് യുവതിയെ തൃശ്ശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആശുപത്രിയിൽ വെച്ചാണ് യുവതി മരണപ്പെട്ടത്. യുവതിയുടെ ശരീരം വ്രണം കൊണ്ട് പുഴുവരിച്ച നിലയിലായിരുന്നു. യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഗുരുതരമായ വ്രണം വന്ന നിലയിലായിരുന്നു. എന്നിട്ടും ഭർത്താവ് സ്വയം ചികിത്സ നടത്തുകയാണെന്നാണ് പരാതി. ദമ്പതികൾക്ക് 7 മക്കളായിരുന്നുവെന്ന് ബന്ധുവായ യുവാവ് പറഞ്ഞു. ഇതിൽ 2 കുഞ്ഞുങ്ങൾ മരിച്ചു. 3 വയസ്സുള്ള കുട്ടി ചികിത്സ ലഭിക്കാതെയാണ് മരിച്ചത്. 7ാമത്തെ പ്രസവത്തിൽ ജനിച്ച കുട്ടി 6 ദിവസത്തിന് ശേഷം മരണപ്പെടുകയായിരുന്നു. അക്യുപങ്ചറിസ്റ്റായ ഭർത്താവ് വീട്ടിലായിരുന്ന പ്രസവം എടുത്തത്. പ്രസവശേഷമുള്ള ശുശ്രൂഷകൾ മോസിനയ്ക്ക് നൽകിയിരുന്നില്ല. അതിൽ സംഭവിച്ച വീഴ്ചകളാണ് യുവതിയുടെ ജീവൻ എടുത്തതെന്നും ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ അക്യുപങ്ചർ ചികിത്സകർക്ക് പ്രസവം എടുക്കാനോ അടിയന്തര വൈദ്യസഹായം നൽകാനോ നിയമപരമായ അനുമതി ഇല്ല എന്നതാണ് വസ്തുത. അക്യുപങ്ചർ ഒരു അനുബന്ധ ചികിത്സാ രീതിയായി മാത്രമാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. പ്രസവം പോലെയുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകളോ വൈദ്യശാസ്ത്രപരമായ ഇടപെടലുകളോ നടത്താൻ ഇവർക്ക് അധികാരമില്ലെന്നും കേരള സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 തിരുവനന്തപുരം കരമനയിൽ ഷമീറ എന്ന യുവതിയും കുഞ്ഞും അക്യുപങ്ചർ രീതിയിലുള്ള വീട്ടിലെ പ്രസവത്തെ തുടർന്നു മരിച്ചിരുന്നു. തുടർന്ന് ആശുപത്രി ചികിത്സ നിഷേധിച്ചതിനും അശാസ്ത്രീയമായി പ്രസവം എടുക്കാൻ ശ്രമിച്ചതിനും യുവതിയുടെ ഭർത്താവിനെയും അക്യുപങ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം ചട്ടിപ്പറമ്പിൽ കഴിഞ്ഞ വർഷം അക്യുപങ്ചർ സർട്ടിഫിക്കറ്റുള്ള അസ്മ എന്ന യുവതി വീട്ടിൽ വെച്ച് സ്വന്തം പ്രസവം എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ രക്തസ്രാവം മൂലം മരിച്ചതും വൻ വിവാദമായിരുന്നു. അതിനിടെ കുറ്റ്യാടി സ്വദേശിനിയായ ഹാജർ എന്ന വീട്ടമ്മയുടെ മരണവും വിവാദമായി. ഇവർക്ക് ക്യാൻസർ ബാധിച്ചപ്പോൾ അക്യുപങ്ചർ ചികിത്സക വിദഗ്ധ ചികിത്സ തടയുകയും അക്യുപങ്ചറിലൂടെ രോഗം മാറുമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ പരാതിപ്പെട്ടു. ചികിത്സയുടെ ഭാഗമായി വെള്ളവും ഈത്തപ്പഴവും മാത്രം കഴിക്കാൻ നിർദ്ദേശിച്ചതും രോഗം വഷളാകാൻ കാരണമായെന്നും ആരോപിക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷം തന്നെ മലപ്പുറം കോട്ടയ്ക്കലിന് സമീപം പാങ്ങിൽ ഒരു വയസ്സുകാരൻ മരിച്ചതിനെ തുടർന്നും അശാസ്ത്രീയ ചികിത്സകൾക്കെതിരെ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിരുന്നു. അക്യുപങ്ചർ ശാസ്ത്രീയമായ രീതിയിൽ വേദന സംഹാരിയായോ മറ്റ് തെറാപ്പികളായോ ഉപയോഗിക്കാമെങ്കിലും പ്രസവം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് അപകടകരമാണെന്നും അക്യുപങ്ചർ സയൻസ് അസോസിയേഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 12ഓളം പേർ വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ കേരളം നേടിയ ഏറ്റവും വലിയ നേട്ടമായിരുന്നു
പ്രസവത്തിനിടെയുള്ള ശിശു മാതൃമരണ നിരക്കുകൾ കുത്തനെ കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നത്. ഇതിന് ഏറ്റവും സഹായിച്ചത് ആശുപത്രികളിലെ പ്രസവങ്ങളായിരുന്നു. ഇപ്പോൾ സമാന്തര ചികിത്സയുടെ മറവിൽ ചില ഹോമിയോപ്പതി, അക്യുപങ്ക്ചർ, പ്രകൃതി ചികിത്സാ ഡോക്ടർമാർ വീട്ടിലെ പ്രസവത്തിന് വേണ്ടി കൂട്ടായ്മ ഉണ്ടാക്കിയെങ്കിലും മറ്റും പ്രചാരണം നടത്തുകയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം മലപ്പുറം കോഡൂരിൽ വീട്ടിലെ പ്രസവത്തിന് ശേഷം ഒരു യുവതി മരിച്ചപ്പോൾ ആരോഗ്യവകുപ്പ് ശക്തമായ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത കരങ്ങളിലാണ്, പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിനാണ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നത്. പിന്നോക്ക സാമൂഹിക സാഹചര്യങ്ങൾ, കുടിയേറ്റം, ഗതാഗത സൗകര്യക്കുറവ്, ആശുപത്രിയിലെ പ്രസവത്തിന്റെ ഭാരിച്ച ചിലവ്, ആശുപത്രിയിലെ മോശം അനുഭവങ്ങൾ, ആധുനിക വൈദ്യത്തോടുള്ള എതിർപ്പ്, നാച്ചുറോപ്പതി, അക്യുപങ്ക്ചർ ചികിത്സയിലുള്ള വിശ്വാസം എന്നിങ്ങനെ പലവിധ കാരണങ്ങളാണ് വീട്ടിലെ പ്രസവത്തിന് പിന്നിലുള്ളത്. ഈ ക്യാമ്പയിൻ നന്നായി ഫലം കാണുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടിൽ പ്രസവം നടക്കുന്ന ജില്ല മലപ്പുറമാണ്. ഇതിനു പുറമെ കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലായി 13-ലധികം ഗാർഹിക പ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഉടനീളം ആശുപത്രിയിൽ പ്രസവിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും കുഞ്ഞിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും കളക്ടറുടെ നേതൃത്വത്തിൽ മത നേതാക്കളുടെ യോഗം വിളിക്കുകയും ചെയ്തിരുന്നു. വീട്ടിലെ പ്രസവം കൂടുതലുള്ള വിവിധ പ്രാദേശിക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ നാടകങ്ങൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ നയിക്കുന്ന സെമിനാറുകൾ, സാമൂഹിക സാംസ്കാരിക നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ, മറ്റു വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ജനകീയ റാലികൾ, കൂട്ട നടത്തം എന്നിവ നടത്തിയിരുന്നു. ഇത് പ്രകാരം മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തിന്റെ നിരക്ക് കുത്തനെ കുറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴിതാ തൃശൂർ ജില്ലയിലടക്കം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഏറെ നടുക്കമുണ്ടാക്കുന്നുണ്ട്.